കൊച്ചിയിൽ ഈ മെട്രോയുടെയൊക്കെ നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ദാ നോക്കൂ, കൊച്ചിയിൽ നിർമ്മാണം നടക്കുന്ന മെട്രോ പില്ലറിന് മുകളിൽ നിന്ന് ഒരു ഇരുമ്പ് കമ്പി താഴെ വീണ് പെൺകുട്ടിക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു. കാറിൽ സഞ്ചരിച്ച പെൺകുട്ടിയുടെ കൈക്കും തുടയിലുമാണ് പരിക്കേറ്റത്. രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണെന്ന് പരിക്ക് പറ്റിയ ഗോപിക പറഞ്ഞു. കേൾക്കാം. മെയ് 19 രാത്രി ഒരു 9 to 10 മണിക്കുള്ളിൽ വാഴക്കാലയിൽ പാലാരിവട്ടം പോകുമ്പോൾ പാടിവട്ടം കപ്പേളയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഫ്രണ്ടിലെ പില്ലറിൽ നിന്ന് മേലെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ചരിച്ചിരുന്ന കാറിന്റെ ഫ്രണ്ടിലെ വിൻഷീൽഡ് തുളച്ചു കയറി വലിയൊരു അയൺ റോഡ് മേലെ നിന്ന് വീഴാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് സേഫ്റ്റി ഉള്ള അവിടെ. ഞാൻ എന്തോ ഒരു ദൈവഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. എൻ്റെ കൈക്ക് ഇവിടെ ഒരു ചതവും തൊടയുടെ അവിടെ ടൈറ്റ്സിലായിട്ട് ഒരു മുറിവുണ്ട്. ഞാൻ ഇട്ടിരുന്ന വസ്ത്രം കീറിയിട്ടുണ്ടായിരുന്നു. അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ മട്ടന്നൂർ, ഈ ഗോപിക യഥാർത്ഥത്തിൽ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ. തലയ്ക്കെങ്ങാനുമാണ് വീണിരുന്നതെങ്കിൽ അല്ലെങ്കിൽ കണ്ണിനോ മറ്റെവിടെയെങ്കിലുമാണ് പരിക്കേറ്റിരുന്നതെങ്കിൽ വലിയ അപകടമാകുമായിരുന്നു. ഉരുകത്ത് കൊണ്ടുപോയി എന്ന് പറയാം. ഇതെന്താണ് സംഭവിച്ചത്? പണി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് പണിയായുധമാണോ അതോ പണിക്ക് ഉപയോഗിച്ച് ഇരുമ്പ് കഷ്ണമാണോ വീണത്? ഡോക്ടർ കുമാർ, കാക്കനാട് പാലാരിവട്ടം റൂട്ടിൽ അവിടെ മെട്രോയുടെ പണി നടക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി അവിടെ പണി നടക്കുന്നുണ്ട്. ഈ പണി നടക്കുന്ന മെട്രോ പില്ലറിന്റെ ഇരുഭാഗത്തു കൂടിയും നേരിയ വഴി മാത്രമാണ് വാഹനങ്ങൾക്ക് കടന്നുപോകാൻ വേണ്ടിയുള്ളത്. ചൊവ്വാഴ്ച രാത്രി ഏതാണ്ട് 9:30-ക്ക് ശേഷമാണ് ഗോപിക ഒരു കാറിൽ അതുവഴി സഞ്ചരിച്ചത്. അതിനിടയിലാണ് ഈ പാടിവട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച ഒരു പില്ലറിന്റെ മുകളിലുള്ള ഇരുമ്പ് കമ്പി ഈ കാറിന് മുകളിലേക്ക് വീണത്. ഈ കാറിൻ്റെ മുൻഭാഗത്തെ ഗ്ലാസ് തകർത്ത് കാറിൽ സഞ്ചരിച്ചവരുടെ ദേഹത്തേക്ക് പതിക്കുകയായിരുന്നു. ഈ ഗോപികയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഗോപികയുടെ കൈക്കും അതോടൊപ്പം തന്നെ കാലിനുമാണ് പരിക്കേറ്റത്. ആ ഇരുമ്പ് കമ്പി കണ്ടാൽ തന്നെ മനസ്സിലാകും അത്രയേറെ മൂർച്ചയേറിയ അത്രയേറെ ഭാരമുള്ള ഒരു കമ്പിയാണ് ഇത്തരത്തിൽ ഒരു വാഹനത്തിന് മുകളിലേക്ക് വീണ് ഗ്ലാസ് അടക്കം തകർത്ത് അകത്ത് യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ മുകളിലേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായത്. തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് എന്നത് യാഥാർത്ഥ്യമാണ്. അത്തരത്തിൽ ഒരു പക്ഷേ വലിയ അപകടം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ഇരുചക്ര വാഹനത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനത്തിലോ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ തലയിലോ മറ്റോ പതിക്കാനുള്ള സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. എന്തായാലും ഈ കാര്യത്തിൽ മെട്രോ ഇതുവരെ ഒരു വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടില്ല. അവിടെ നിർമ്മാണം നടക്കുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇത്തരം സാധനങ്ങൾ താഴേക്ക് വീണത് എന്ന കാര്യത്തിലടക്കം വ്യക്തതയില്ല. എന്തായാലും ഇപ്പോൾ ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഗോപിക പറയുന്നത്. എന്തായാലും തലനാരിഴക്കാണ് ഗോപിക രക്ഷപ്പെട്ടത്. ഈ ഇരുമ്പ് കമ്പി അത് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്നാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. താങ്ക് യു. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. ഗോപിക എന്ന പെൺകുട്ടിക്കാണ് പരിക്കു പറ്റിയത്. മെട്രോ പില്ലറിന് മുകളിൽ നിന്ന് ഒരു ഇരുമ്പ് ദണ്ടാണ് അവർ സഞ്ചരിച്ചിരുന്ന കാറിൻ്റെ ചില്ലിൽ വന്ന് വീണ് ചില്ല് തുളച്ച് താഴേക്ക് വീണത്. അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് എന്നേ പറയേണ്ടൂ.